നമസ്കാരം. ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ അനുഭവമാണ് പറയുന്നത്. 2 വർഷം മുന്നേ എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് വരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയർ റിന്യൂവൽ കഴിഞ്ഞ പാടെ തന്നെ അദ്ദേഹത്തിന് ഹാർട്ടിലൊരു ബ്ലോക്ക് കണ്ടെത്തിയിട്ട് ഒരു സർജറി, അതായത് ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപയുടെ ചിലവാണ് അദ്ദേഹത്തിന് വന്ന്. ഫുൾ എമൗണ്ടും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഫുള്ളി പേ ചെയ്യുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ആ ക്ലെയിമിൽ നിന്നും മനസ്സിലായി, നമുക്ക് എന്തൊരു ചെറിയ ഇൽനെസ് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സം ഇൻഷുർഡ് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സം ഇൻഷുർഡ് കൂട്ടാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ റിന്യൂവലിൻ്റെ ടൈമിൽ ഞാൻ സം ഇൻഷുർഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് വെച്ചു. സം ഇൻഷുർഡ് കൂട്ടാൻ അവർ അനുവദിച്ചില്ല. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ക്ലെയിം വന്നതുകൊണ്ട്, ഒരു ക്രിട്ടിക്കൽ ക്ലെയിം വന്നതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സം ഇൻഷുർഡ് കൂട്ടാൻ സമ്മതിച്ചില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം, ഒരു നോമിനലായിട്ടുള്ളൊരു സം ഇൻഷുർഡ് ഉള്ള, ഇപ്പോൾ 5 lakhs 10 lakhs 20 lakhs സം ഇൻഷുർഡ് വരുന്ന ഒരു പോളിസിക്ക് നാളെ 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 lakhs അല്ലെങ്കിൽ 20 lakhs തികയുന്നില്ല. അപ്പം എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻ വരുന്നത്? പലവർക്കും കൂടിയ സം ഇൻഷുർഡ് ആദ്യത്തെ വർഷം തന്നെ എടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അഫോർഡബിലിറ്റി ഉണ്ടാകില്ല. അപ്പം എന്തായിരിക്കും നമുക്ക് ഇതിനൊരു ഓപ്ഷനായിട്ട് വരിക? അങ്ങനെ ഒരുപാട് പോളിസികൾ റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് കെയറിൻ്റെ ഏറ്റവും പുതിയ പോളിസി ആയിട്ടുള്ള അൾട്ടിമേറ്റ് കെയർ എന്ന് പറഞ്ഞ പോളിസിയിലോട്ട് ഞാൻ എത്തിപ്പെട്ടത്. ഇതിൽ കുറച്ച് യുണീക്കായിട്ടുള്ള സെല്ലിംഗ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇൻഫിനിറ്റി ബോണസ് എന്ന് പറയുന്ന കാര്യം. അതായത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അടുത്ത വർഷം 100% ക്യുമുലേറ്റീവ് ബോണസ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണ്, അടുത്ത വർഷം അത് ഓട്ടോമാറ്റിക്കലി 20 lakhs പോളിസി 20 ലക്ഷം രൂപയുടെ പോളിസി ആയിട്ട് മാറുന്നു. അതിൻ്റെ അടുത്ത വർഷം 30 ലക്ഷം രൂപയുടെ പോളിസി ആയിട്ട് മാറുന്നു. അങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് ക്യുമുലേറ്റീവ് ബോണസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു, നാളെ നമ്മുടെ ഇൻഫ്ലേഷൻ കാരണം നമുക്ക് 10 ലക്ഷം തികയുന്നില്ലെങ്കിലും ഈ ഒരു ബെനിഫിറ്റ് കാരണം നമ്മൾ മറ്റൊരു പോളിസിയിലോട്ടോ അല്ലെങ്കിൽ സം ഇൻഷുർഡ് എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വളരെയധികം യുണീക്കായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള ഒരു പോളിസിയാണ് അൾട്ടിമേറ്റ് കെയർ എന്ന് പറയുന്നത്. ഞാനിന്ന് ഈ ഒരു വീഡിയോയിലൂടെ അൾട്ടിമേറ്റ് കെയർ എന്ന് പറയുന്ന കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും പുതിയ പ്ലാനിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സത്യജിത്ത് എസ് പൈ. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. 2018 തൊട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം വരുന്നത് ആലുവ, എറണാകുളം. എന്തുകൊണ്ടാണ് അൾട്ടിമേറ്റ് കെയർ എന്ന് പറയുന്ന പ്ലാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്? എന്താണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം. 95% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ്. യൂണിയൻ ബാങ്കാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും മേജർ സ്റ്റേക്ക് ഹോൾഡർ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏക കമ്പനി കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. കെയറിൻ്റെ ഇതിന് മുന്നത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കെയർ സുപ്രീമിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും, ഇനി അഥവാ അൾട്ടിമേറ്റ് കെയറിനെ തന്നെ നമ്മൾ മറ്റുള്ള കമ്പനികളുടെ പ്ലാനുകളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. കെയറിൻ്റെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ നോക്കുകയാണെങ്കിൽ, ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്ന് പറയുന്നത് 100 രൂപ നമ്മൾ പ്രീമിയം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര രൂപ നമ്മൾ തിരിച്ച് ക്ലെയിമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ റേഷ്യോ ആണ്. കെയറിൻ്റെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ നോക്കുകയാണെങ്കിൽ 58%. അപ്പോൾ നല്ലൊരു ഗുഡ് ഹെൽത്തി ബിസിനസ് ചെയ്യുന്ന കമ്പനിയും കൂടിയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഏതൊരു അസുഖമുള്ള ഒരാൾക്കും അല്ലെങ്കിൽ എന്തൊരു അസുഖം ബാധിച്ചത് സർജറി കഴിഞ്ഞ ഒരാൾക്കും പോളിസി കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടിയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി അൾട്ടിമേറ്റ് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും യുണീക്കായിട്ടുള്ള ബെനിഫിറ്റ്സ് തരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് തരുന്ന ഒരു പോളിസിയാണ് അൾട്ടിമേറ്റ് കെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന യുണീക്ക് ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫിനിറ്റി ബോണസ്, അൺലിമിറ്റഡ് ടൈംസ് ക്യുമുലേറ്റീവ് ബോണസ് വരുന്നൊരു ആഡ് ഓൺ ആണ് ഇൻഫിനിറ്റി ബോണസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പ്രീമിയം പേ ബാക്ക് ഫീച്ചർ. അതായത് 5 കൊല്ലത്തേക്ക് നമ്മൾ ക്ലെയിം ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ 6ാമത്തെ വർഷം നമുക്ക് ആദ്യത്തെ വർഷത്തെ പ്രീമിയം തിരിച്ച് കിട്ടുന്നതാണ്. അതാണ് പ്രീമിയം പേ ബാക്ക് ഫീച്ചർ. പലപ്പോഴും പല കസ്റ്റമേഴ്സും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ വർഷവും പ്രായത്തിനനുസരിച്ച് പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടിന് സാധ്യതയുണ്ടോ? സം ഇൻഷുർഡ് കൂടുതൽ ആവശ്യമില്ല, പക്ഷേ പ്രീമിയത്തിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരൊറ്റ കമ്പനിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത പുതിയൊരു ഫീച്ചറാണ് പ്രീമിയം പേ ബാക്ക് ഫീച്ചർ. 5 വർഷത്തേക്ക് നമുക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ, തുടർച്ചയായിട്ട് 5 വർഷത്തേക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തെ പ്രീമിയം നമുക്ക്
തിരിച്ച് കിട്ടുന്നതാണ്, റീഫണ്ട് ചെയ്യുന്നതാണ് പ്രീമിയം പേ ബാക്ക് ഫീച്ചർ വരുന്നത്. ഇതൊരു ആഡ് ഓൺ ആയിട്ടാണ് പോളിസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഫീച്ചർ വരുന്നത് ലോയൽറ്റി ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറാണ്. ആദ്യത്തെ 7 വർഷത്തിന് ശേഷം 8ാമത്തെ റിന്യൂവലിൻ്റെ സമയത്ത് നമ്മൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ സം ഇൻഷ്യൂർഡ് ഡബിളായി വരും. ഫോർ എക്സാമ്പിൾ 10 lakhs പോളിസിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 7 വർഷം കണ്ടിന്യൂ ചെയ്തു, 8ാമത്തെ റിന്യൂവൽ ആണെങ്കിൽ 8ാമത്തെ വർഷം നമുക്ക് വരുന്ന സം ഇൻഷ്യൂർഡ് 20 lakhs ആയിരിക്കും. അൾട്ടിമേറ്റ് കെയറിനെ മറ്റ് പോളിസികളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 5 വർഷത്തെ പ്രീമിയം നമുക്ക് ഒരുമിച്ച് അടയ്ക്കാവുന്നതാണ്. അതായത് 5 കൊല്ലത്തേക്കുള്ള കവറേജ് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ പ്രീമിയം അടച്ച് ഉറപ്പാക്കാവുന്നതാണ്. മറ്റ് പല കമ്പനികളും 3 years വരെയാണ് ഒരുമിച്ച് പ്രീമിയം എടുക്കുക, മൾട്ടിപ്പിൾ ഇയർ പോളിസി എടുക്കാൻ സമ്മതിക്കുന്നത്. ഇവിടെ 5 years പോളിസി നമുക്ക് ഒരുമിച്ച് എടുക്കാവുന്നതാണ്. ഒട്ടുമിക്ക കസ്റ്റമേഴ്സും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂവൽ ഡേറ്റിന് മുന്നേ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? കാരണം എനിക്ക് പോളിസി റിന്യൂ ചെയ്ത് സ്റ്റാർട്ടാകുന്നത് റിന്യൂവൽ ഡേറ്റിന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ഏർലി റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അതിനുള്ള ഒരു ഉത്തരം ഈ ഒരു പോളിസിയിലുണ്ട്. ഏർലി റിന്യൂവലിന്, അതായത് 30 ദിവസത്തിന് മുന്നെയാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നതെങ്കിൽ 5% നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് പ്രീമിയത്തിൽ. ഇനി 30 ദിവസം തൊട്ട് നമ്മൾ പോളിസിയുടെ റിന്യൂവൽ ഡേറ്റിന് തൊട്ട് മുന്നെയാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2.5% പ്രീമിയത്തിന് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇനി പോളിസിയുടെ റിന്യൂവൽ ഡേറ്റിന് അന്നാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലും നമുക്ക് ഗ്രേസ് പീരീഡ് അവൈലബിൾ ആണ്. അതായത് പോളിസി ലാപ്സായി പോയി കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക് നമുക്ക് പോളിസി റിവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്. പക്ഷേ ആ 30 ദിവസത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കവറേജ് അല്ലെങ്കിൽ അതിന് ക്ലെയിം ലഭിക്കുന്നതല്ല. നമുക്ക് ആ 30 ദിവസത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ പോളിസി റിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ആ കാര്യം നമുക്ക് കവർ ചെയ്യുന്നതല്ല. പക്ഷേ അൾട്ടിമേറ്റ് കെയർ എന്ന് പറഞ്ഞ ഈ ഒരു പോളിസിയിൽ ഗ്രേസ് പീരീഡിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, പോളിസി റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേസ് പീരീഡിൻ്റെ സമയത്ത് നടന്ന കാര്യത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതും കവറേജിൽ ലഭ്യമാണ്. അപ്പോൾ ഗ്രേസ് പീരീഡ് കവറേജും യുണീക്കായിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു പോളിസിയുടെ. കെയറിൻ്റെ ഇതിന് മുന്നേയുള്ള കെയർ സുപ്രീം എന്ന് പറഞ്ഞ പോളിസിയിൽ കണ്ടുവന്നിരുന്ന ഒരു ബെനിഫിറ്റ്, വെൽനസ് ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആണ്. ആക്റ്റീവായിട്ട് നമ്മൾ ഹെൽത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്, അതായത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അപ് ടു 30% വരെ നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഈ ഒരു പോളിസിയിലും. എന്തൊക്കെയാണ് ഈ പോളിസിയിലെ ഫീച്ചേഴ്സ്, ആർക്കൊക്കെയാണ് ഈ പോളിസി എടുക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. 18 വയസ്സ് തൊട്ട് ഏതൊരു പ്രായക്കാർക്കും നമുക്ക് ഈ പോളിസിയിലോട്ട് ചേരാവുന്നതാണ്. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ 91 ദിവസം തൊട്ട് 24 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായിട്ട് ഈ പോളിസിയിൽ ചേർക്കാവുന്നതുമാണ്. ഈ ഒരു പോളിസിയുടെ സം ഇൻഷ്യൂർഡ് വരുന്നത് 5 ലക്ഷം, 10 ലക്ഷം, 15, 25, 50 ലക്ഷം, 1 കോടി രൂപ വരെയാണ് ഇതിൽ സം ഇൻഷ്യൂർഡ് വരുന്നത്. റൂം റെൻ്റ്, ICU റെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇല്ലാതെ ഏത് ടൈപ്പ് ഓഫ് റൂം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ICUയും അതുപോലെ തന്നെ ലിമിറ്റ് ഇല്ലാതെ ഏത് ടൈപ്പ് ഓഫ് ICU വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് സബ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൽനസ് ആണെങ്കിലും നമുക്ക് സബ് ലിമിറ്റ് വരുന്നതല്ല. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്സ്, ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് 100%, 100% നമുക്ക് സം ഇൻഷ്യൂർഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ്സിന് 100% നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന അഡ്മിഷന് മുന്നേ ഉള്ള കവറേജ്, അതായത് അഡ്മിഷന് മുന്നേ നമ്മൾ എന്തെങ്കിലും OPയിൽ പോയി ചെക്കപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുകയാണെങ്കിലും ഡിസ്ചാർജിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ രണ്ടാമതൊരു കൺസൾട്ടേഷന് പോവുകയാണെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് ഈ പോളിസിയിൽ കവേർഡാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷന് നമുക്ക് 60 ദിവസം കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് നമുക്ക് 90 ദിവസം വരെ കവറേജ് കിട്ടുന്നുമുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റ് കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ തന്നെ പ്ലാനുകളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് ഇവിടെ കുറവ് കവറേജാണ് കിട്ടുന്നത്. 60 ദിവസം 90 ദിവസം മാത്രമാണ് വരുന്നത്. ഇനി ഈ ഒരു പോളിസിയിലെ പ്രധാന വെയിറ്റിംഗ് പീരീഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 30 days ആണ്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആദ്യത്തെ 30 ദിവസത്തേക്ക് ഏതൊരു പോളിസി എടുത്തു കഴിഞ്ഞാലും 30 ദിവസത്തിൽ നമുക്ക് ആക്സിഡൻറ്റ് മാത്രമായിരിക്കും കവർ ചെയ്യുന്നത്. 31ാമത്തെ ദിവസം തൊട്ടായിരിക്കും സാധാരണ അസുഖങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ആദ്യത്തെ 2 വർഷത്തേക്ക് പതുക്കെ വരുന്ന അസുഖങ്ങളുണ്ട്. കിഡ്നി സ്റ്റോൺ, പൈൽസ്, ഹെർണിയ, അങ്ങനെ വരുന്ന പതുക്കെ വരുന്ന അസുഖങ്ങൾക്ക് 2 കൊല്ലത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഇൽനസ് ഉണ്ടെങ്കിൽ അതിന് സാധാരണഗതിയിൽ നമുക്ക് 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഈ ഒരു പോളിസിയിലും 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഈ ഒരു പോളിസിയിൽ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ആഡ് ഓൺസ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡ്സ് കുറയ്ക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ആഡ് ഓൺസ് എന്ന് നോക്കാം. പ്രൈമർലി ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഓൺ വരുന്നുണ്ട്. എന്താണ് ഇൻസ്റ്റൻറ്റ് കവർ എന്ന് നോക്കാം. ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്നത് ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ടിന് ഇൽനസ് ഉള്ളവർക്ക്, ഇങ്ങനെയുള്ള അസുഖം വന്നു പോയവർക്ക് ഈ പറയുന്ന അസുഖം ആദ്യത്തെ ദിവസം, അതായത് 30 days ശേഷം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്ന ആഡ് ഓൺ.
ഈ ഒരു ആഡ് ഓൺ അല്ലാതെ PED മോഡിഫയർ ആഡ് ഓൺ, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് മോഡിഫൈ ചെയ്യാൻ, പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡ് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ആഡ് ഓണും കൂടി ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞിട്ട് അസുഖങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 3 കൊല്ലത്തിൽ നിന്ന് 2 കൊല്ലമോ 1 കൊല്ലമോ ആയിട്ട് കുറയ്ക്കാവുന്ന ഒരു ഓപ്ഷനും കൂടി ഈ ഒരു പോളിസിയിലുണ്ട്. ഇനി ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, പല കമ്പനികളും ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസിയിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആഡ് ഓൺ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ സം ഇൻഷുർഡിൻ്റെ 0.5% ആയിരിക്കും നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ലിമിറ്റ് വരുന്നത്. അത് ക്യാഷ്ലെസ് രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. കെയറിൻ്റെ ആപ്ലിക്കേഷൻ ത്രൂ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള ലാബുകളുടെ ത്രൂ ആയിരിക്കും ഈ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് അവൈലബിൾ ചെയ്യാൻ പറ്റുക. കൺസ്യൂമബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക്കലി ഈ ഒരു പോളിസിയിൽ കൺസ്യൂമബിൾസ് ആഡ് ഓൺ ത്രൂ ആണ് കവർ ചെയ്യുന്നത്. ക്ലെയിം ഷീൽഡ് എന്ന് പറയുന്ന ആഡ് ഓൺ ത്രൂ നമുക്ക് എല്ലാ നോൺ മെഡിക്കൽ ഐറ്റംസ് അല്ലെങ്കിൽ കൺസ്യൂമബിൾ ഐറ്റംസ് കവർ ചെയ്യുന്നുണ്ട്. PPE കിറ്റ്, ഗ്ലൗസ്, നീഡില്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കവേർഡാണ്. ഈ ഒരു പോളിസിയിൽ വരുന്ന മറ്റൊരു യുണീക്ക് ആയിട്ടുള്ള ആഡ് ഓൺ എന്ന് പറയുന്നത് OPD കവറാണ്. OPD കവറിൽ നമുക്ക് സാധാരണഗതിയിൽ OP തന്നെയാണ് കവർ ചെയ്യുന്നത്. കൺസൾട്ടേഷൻ ചാർജസ് മാത്രമായിരിക്കും കവർ ചെയ്യുക. അതിന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൺസൾട്ടേഷൻ 500 രൂപ എന്നുള്ള രീതിയിൽ 4 ജനറൽ ഫിസിഷ്യൻ്റെ കൺസൾട്ടേഷനും 4 സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും ടോട്ടലി 4000 രൂപയുടെ കവറേജാണ് നമുക്ക് ഈ ഒരു പോളിസിയിലൂടെ OPD കവറിൽ കിട്ടുന്നത്. അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടാണ് പോളിസിയിൽ വരുന്നത്. കെയർ അൾട്ടിമേറ്റിനെ ഏറ്റവും യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റാക്കി മാറ്റാൻ മറ്റൊരു കാരണം ഇവരുടെ അഫോർഡബിലിറ്റി ഫാക്ടർ തന്നെയാണ്. ഇന്ത്യയിലെ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ വരുന്നൊരു പ്ലാനാണ് കെയർ അൾട്ടിമേറ്റ് എന്ന് പറയും. ഇത്രയധികം യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടും കെയറിൻ്റെ പ്രീമിയം ഏതൊരു ടോപ്പ് നോച്ച് പ്ലാനിനെ നോക്കുമ്പോഴത്തേക്കും കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ 35 വയസ്സുള്ള ഒരു അഡൾട്ടും വൈഫും 2 കുട്ടികൾക്കും ബേസിക് ആയിട്ടുള്ള 2 ആഡ് ഓൺസ് ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രീമിയം വരുന്നത്. ആഡ് ഓൺസ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ക്ലെയിം ഷീൽഡും അതുപോലെ തന്നെ ഇൻഫിനിറ്റി ബോണസും ആഡ് ഓൺ ചെയ്തിട്ടുള്ള പ്രീമിയം നമുക്ക് 10 ലക്ഷത്തിന് 18,188 രൂപയാണ്. അതായത് 18,000 റുപ്പീസ്. ഒരു നോർമലായിട്ടുള്ള നോമിനൽ ആയിട്ടുള്ള പ്രീമിയത്തിൽ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് ക്യുമുലേറ്റീവ് ബോണസും വരുന്നുണ്ട്, കൺസ്യൂമബിൾസും കവർ ചെയ്യുന്നുണ്ട്. അസുഖങ്ങൾക്കോ ട്രീറ്റ്മെൻറ്റ്സിനോ റൂമിനോ ICUനോ ഒന്നും ലിമിറ്റ് ഇല്ലാതെ 100% കവറും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടിലൊരു സാധാരണക്കാരന് എടുക്കാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോളിസിയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പോളിസി കെയർ അൾട്ടിമേറ്റ് തന്നെയാണെന്നായിരിക്കും ഞാൻ പറയുക. ഈ ഒരു പോളിസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ടും ഈ പോളിസി പർച്ചേസ് ചെയ്യാനായിട്ടും എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഈ ഒരു പ്ലാൻ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഫിൻസുരക്ഷ ഫോളോ ചെയ്യുക, ഫിൻസുരക്ഷ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് സത്യജിത്ത് SY, നിങ്ങളുടെ സ്വന്തം ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ. താങ്ക് യു.